ഈ നിജു പറയുന്നുണ്ട് എനിക്ക് ഷാനിനോടുള്ള ആരാധന എന്നിട്ട് പറയുന്നത് ഈ പറയുന്ന ആ ഷാനിന്റെ പോപ്പുലാരിറ്റി തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്, അല്ലാതെ വെറുതെ ആരാധന അതിനകത്തുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വഴി ആ പോപ്പുലാരിറ്റിയുടെ ഒരു ഭാഗം ആയിട്ട് വരിക ഇയാളുടെ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് അതൊക്കെ മനസ്സിൽ വരും. അതൊന്നും തെറ്റാണെന്നല്ല ഇവിടെ പറയുന്നത്, അതൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഈ ഷാന്റെ ഭാര്യയുമായിട്ടാണല്ലോ ആശയവിനിമയം നടത്തുന്നത്. പിന്നെ അവരുടെ ആ സ്ഥാപനത്തിലെ പല പ്രവർത്തകരുമുണ്ട് ഇതിനകത്ത്, ഈ ഷാന്റെ സ്ഥാപനത്തിൽ തന്നെ അല്ലേ, ഈ ഓർക്കസ്ട്രയിലുള്ള ആളുകൾ ഉൾപ്പെടെ ആ സ്ഥാപനത്തിലെ ജീവനക്കാരും ഒക്കെ അതിനകത്ത് ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ നിജുവിനെ പറ്റിക്കാമെന്ന് ആദ്യം മുതലേ തീരുമാനമെടുത്തിട്ടുണ്ടാകണമെന്നില്ല. ഞാൻ പറഞ്ഞ നിഷാദ് മറ്റു വശങ്ങളൊക്കെ ഭംഗിയായി പറഞ്ഞു. മറ്റു ചില കാര്യങ്ങൾ ഈ നിജുവിന്റെ വാക്കുകളിൽ നിന്ന് വരുന്നതാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇത് പിൻവാങ്ങുകയാണെന്ന് പറയുമ്പോൾ ഷാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ അത് ചെയ്യുമെന്ന്. ഒരു ഘട്ടത്തിൽ കരാറിലേക്ക് പോകുന്ന സന്ദർഭം വരുമ്പോൾ ഷാൻ പറയുന്നുണ്ട് ഷാന്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് അപ്പോൾ വയ്യ ശാരീരികമായിട്ട്, അപ്പോൾ അതുകൊണ്ട് നീട്ടപ്പെടുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എല്ലാ ഇടപാടും ഷാനും ഷാന്റെ ഭാര്യ മാത്രമല്ല ഈ പറയുന്ന ജീവനക്കാരൊക്കെ ഇടപെട്ടിട്ടാണ് ഈ പറയുന്ന ഈ ഷാന്റെ ഗ്രൂപ്പ് തന്നെ കൊടുക്കേണ്ടിരുന്ന പൈസ പോലും ഇയാളെ കൊണ്ട് മുടക്കിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളുടെ ഭക്ഷണം, അവരുടെ താമസം, അവരുടെ യാത്രപ്പടി ഇതെല്ലാം കൊടുക്കുന്നത് ഷാൻ നേരിട്ടോ ഷാന്റെ ഭാര്യ നേരിട്ടോ നിജുവിനോട് പറഞ്ഞിട്ടല്ല. അപ്പോൾ അവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന മറ്റ് സഹപ്രവർത്തകരുണ്ടല്ലോ ഷാന്റെ കൂടെയുള്ള, അവർ നിജുവിനോട് പറഞ്ഞിട്ട് നിജു അത് കേൾക്കുകയാണ്, എന്നിട്ട് ആ ബില്ലും അയച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു ഘട്ടം വരെ അത് മുന്നോട്ട് പോകുന്നുണ്ട് പരസ്പര വിശ്വാസത്തോടെ തന്നെ. പിന്നെ ഈ പറയുന്ന ദുൽഖറും ഈ പറയുന്ന ഉണ്ണിമൂന്നൻ ബേസിലുമൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ തർക്കം വരുന്നതെന്നാണ് തോന്നുന്നത്. അതൊരു ന്യായമേ അല്ല. ഒരു കാര്യം പറഞ്ഞ് ഞാൻ വേഗം നടത്താം. ഈ ഇൻസ്റ്റയിലേക്ക് പോയിരിക്കുന്ന വിശദീകരണത്തിന്റെ ഭാഷ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം പറയാം. അപ്ഡേറ്റുകൾ വരുമെന്ന് മേലെ പറയുന്നുണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് ഒട്ടും തൃപ്തികരമായ മറുപടികൾ ഷാനിന്റെ ആ കുറിപ്പിലില്ല. പക്ഷേ അതൊരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായ നിയമോപദേശം നൽകുന്ന അഭിഭാഷകരാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതികരിക്കാതിരിക്കരുത്, പക്ഷേ ഇത്രയും പറഞ്ഞാൽ മതി. ഇത് നിയമക്കുറികളിലേക്കാണ് ഇനി പോകുന്നത്. നേരത്തെ ഇങ്ങനെ കേട്ടിരുന്നു പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്, സെറ്റിൽമെന്റിലേക്ക് പോകുന്നുവെന്ന്. ഈ കുറിപ്പൊന്നുകൂടി ഒരു കാര്യം വ്യക്തമാണ്, ഇനി അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. നിയമത്തിന്റെ നൂലാമാലകളിലൂടെ ആയിരിക്കും ഇത് പോവുക.